ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ എങ്ങനെ ലക്ഷ്യമിടുന്നു എന്നതിന്റെ പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ട ഇസ്രായേൽ. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ അവർ എങ്ങനെ ലക്ഷ്യമിടുന്നു എന്ന് കാണിക്കുന്ന പുതിയ ദൃശ്യങ്ങളാണ് ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടത്. ഇറാന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ബാധിക്കുന്നതിന് മുൻപുള്ള അവസാന നിമിഷങ്ങൾ മിസൈൽ ഘടിപ്പിച്ച ക്യാമറകൾ പകർത്തുന്ന പുതിയ ദൃശ്യങ്ങൾ നാടകീയമായ ഒരു റിലീസിൽ കാണിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശത്രുതയ്ക്കിടെ ടെഹ്റാന്റെ പാളികളുള്ള വ്യോമ പ്രതിരോധ വാസ്തുവിദ്യയെ തരം താഴ്ത്താനുള്ള യോജിച്ച ശ്രമത്തിന്റെ ഭാഗമാണിത്. എക്സിലെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ IDF ഇങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞു. മിസൈലിന്റെ കാഴ്ചയിൽ നിന്നുള്ള പ്രത്യേക ദൃശ്യങ്ങൾ. വ്യോമസേന തീവ്രവാദ ഇറാനിയൻ ഭരണകൂടത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ എങ്ങനെ ലക്ഷ്യമിടുന്നു? വ്യോമസേനയുടെ ഇന്റലിജൻസ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടത്തിയ കൃത്യമായ ആക്രമണങ്ങൾ തീവ്രവാദ ഇറാനിയൻ ഭരണകൂടത്തിന്റെ 130-ലധികം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഇറാനിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നശിപ്പിക്കുന്നതിന്റെ മിസൈൽ വ്യൂ ചിത്രങ്ങൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങൾ കാണിക്കുന്നു. സമീപ ആഴ്ചയിലെ ഇസ്രായേലി US സൈനിക സമ്മേളനങ്ങൾ വിശാലമായ പ്രാദേശിക ഏറ്റുമുട്ടലുകൾക്കിടയിൽ ഇറാന്റെ വ്യോമ പ്രതിരോധത്തെ നിർവീര്യമാക്കാനുള്ള ശ്രമങ്ങളെ അടിവരയിടുന്നു. സംയുക്ത ആക്രമണങ്ങളിൽ ലക്ഷ്യങ്ങൾ ആക്രമിക്കപ്പെടുന്നതിന്റെ വീഡിയോ സാമഗ്രികൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് പങ്കിട്ടു. ഇറാനിയൻ മിസൈൽ റഡാർ സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് പൊളിച്ചുമാറ്റുന്നത് പ്രചാരണത്തിന്റെ പ്രധാന ലക്ഷ്യമായി എടുത്തു കാണിച്ചു. തെക്കൻ ലെബനനിൽ നടന്ന ഓപ്പറേഷനുകളിൽ തങ്ങളുടെ സൈന്യ ഭൂഗർഭ താമസ സ്ഥലങ്ങളും നിരവധി ആയുധ ശേഖരണങ്ങളും കണ്ടെത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന നേരത്തെ അവകാശപ്പെട്ടിരുന്നു. സദേൺ ലെബനൻ IDF സൈനിക ഭൂഗർഭ താമസ സ്ഥലങ്ങൾ കണ്ടെത്തി. UNHCR സംഘടനയുടെ പതാകയ്ക്കൊപ്പം സൈനിക ജാക്കറ്റുകൾ, RPG റോക്കറ്റുകൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവ കണ്ടെത്തിയെന്നും എക്സിലെ ഒരു പോസ്റ്റിൽ IDF പറഞ്ഞു. എക്സ് പോസ്റ്റ് അനുസരിച്ച് കൂടുതൽ തിരച്ചിലുകൾ AK-47 റൈഫിളുകൾ, RPG ലോഞ്ചറുകൾ, സ്നൈപ്പർ റൈഫിളുകൾ എന്നിവയുൾപ്പെടെ നിരവധി ആയുധ ശേഖരങ്ങൾ കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. ഇതിനു മുൻപ് ലെബനനിലെ ഏറ്റവും വലിയ പൊതു മെഡിക്കൽ സൗകര്യമായ റാഫിക് ഹരീരി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ നിന്നും വെറും 100 മീറ്റർ അകലെ നടന്ന ആക്രമണത്തെ WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ് അപലപിച്ചു. ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 39 പേർക്ക് പരിക്കേൽക്കുകയും സമീപത്തെ ഒരു റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് വലിയ നാശനഷ്ടമുണ്ടാകുകയും ചെയ്തു. ലെബനനിൽ ഇസ്രായേൽ സൈനിക പ്രവർത്തനങ്ങൾ വിപുലീകരിച്ച സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. അതേസമയം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇന്റലിജൻസ് ഓർഗനൈസേഷന്റെ തലവനായ മേജർ ജനറൽ മജീദ് ഖദേമിയെയും എലൈറ്റ് ഖുദ്സ് ഫോഴ്സിന്റെ യൂണിറ്റ് 840-ലെ ഒരു മുതിർന്ന കമാൻഡറെയും ടെഹ്റാനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളിൽ കൊലപ്പെടുത്തിയതായി IDF പ്രഖ്യാപിച്ചതിനു ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ രാജ്യത്തിന്റെ എതിരാളികൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി. എക്സിലെ ഒരു പോസ്റ്റിൽ നെതന്യാഹു സൈന്യത്തിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുകയും ഇസ്രായേലിനെയോ അതിന്റെ പൗരന്മാരെയോ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർക്ക് കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇറാനിയൻ തിന്മയുടെ അച്ചുതണ്ട് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.